ഞാൻ ഒന്നുകൂടി പറയാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സത്യസന്ധമായി പറയൂ, ദിവസവും പത്രം തുറന്നാൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ഏതെങ്കിലും ഒരു നർക്കോട്ടിക് കേസിൽ പിടിക്കപ്പെട്ടാൽ അതിന്റെ കൂടെയുള്ള പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതൊന്നുകിൽ മേരിയായിരിക്കും, അല്ലെ അന്നമ്മയായിരിക്കും, അല്ലെ നമ്പ്യാരുകുട്ടിയായിരിക്കും, അല്ലെ നായരുകുട്ടിയായിരിക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? ഉറപ്പാണ് കരിമ്പുങ്കാലെ, ഇന്നത്തെ കവല സത്യം ഉണ്ടാ, യാഥാർത്ഥ്യമാണെന്നല്ലേ? നീ മാറ്റി പറയത്തില്ലല്ലോ, മുറുക്കെ പിടിച്ചിരുന്നോണം. ഞാൻ വായിക്കാൻ പോവാണ്. ഇത് ജനൻ ടിവിയിലെ വാർത്തയാണ്, സ്ക്രീനിലോട്ട് നോക്കിയോ. ലഹരി നൽകി വിവാഹ വാഗ്ദാനം നടത്തി കൊച്ചിയിൽ വിദ്യാർത്ഥിനിയെ 20 ദിവസം പൂട്ടിയിട്ടു പീഡിപ്പിച്ചു. പ്രതിയുടെ പേരെന്ന് അറിയോ? അബ്ദുൽ ജബ്ബാർ എന്നല്ല, പ്രതി റിക്സൺ പിടിയിൽ. 20 ദിവസം ലഹരി കൊടുത്ത് പെൺകുട്ടിയെ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. അവന്റെ പേര് റിക്സൺ. ഈ ഒരു മാസത്തിനിടയിലുള്ള ലിസ്റ്റായി വായിക്കുന്നത്. ഈ രണ്ടാമത്തത്, നിങ്ങൾ പറഞ്ഞല്ലോ ഏതൊരു പെൺകുട്ടിയെ പിടിച്ചാലും അതിൽ പ്രതിയായിട്ട് വരുന്ന പുരുഷൻ അവൻ അബ്ദുൽ ജബ്ബാറും മാലിക്കും ഹുസൈനും ഒക്കെ ആയിരിക്കും, പെണ്ണ് നായരായിരിക്കും, നമ്പൂതിരിയായിരിക്കാന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല. ഇനി ഒരു യുവാവിനോടൊപ്പം പിടിച്ചത് സ്വന്തം അമ്മേനെയാണ്. എന്തിനാ പിടിച്ചത്? ലഹരി കടത്തിന്. നമുക്ക് വാർത്ത വായിക്കാം, സ്ക്രീനിലോട്ട് നോക്കിയോ. അമ്മയും മകനും കൂടിയാണ് MDMA കടത്തിയതിന് പിടിയിലായത്. കൊല്ലം അഞ്ചലിലാണ് സംഭവം. നാട്ടിലെ യുവാക്കളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ പാടുപെടുമ്പോഴാണ് ഒരമ്മ മകനും സുഹൃത്തുമായി ചേർന്ന് രാസലഹരി വിൽക്കുന്നത്. ഇത്രയും വായിച്ചപ്പോൾ നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവും, ഇത് വല്ല ജമീലാക്കാണോ? അഞ്ചൽ സ്വദേശിനി ലീന ജേക്കബാണ്. എന്റെ ദൈവമേ, ലീന ജേക്കബാണ് മകനുമായിട്ട്. ഇവരുടെ മകൻ റോണക് ഷുക്കൂർ അല്ല, റോണക്, അവനെയാണ് പിടിച്ചത്. ഞാൻ ഇതൊക്കെ കൊണ്ടാ പറയുന്നത്, ഈ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും കൊലയിലും ഒക്കെ ഇതിനകത്ത് മതമല്ല ഇടപെടുന്നത്, വ്യക്തിയാണ്. ഇനി മതമാണ് ഇടപെടുന്നത് നിങ്ങൾ പറഞ്ഞ ഓരോ വ്യക്തിയുടെ ലിസ്റ്റിനോട്ട് വായിക്കും, ഇതിലൊക്കെ നിങ്ങൾ മതം പറയണം. കട്ടപ്പന CA ആണെന്ന വ്യാജേനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ലോഡ്ജിൽ മുറിയെടുത്തു, പാസ്റ്റർ പിടിയിൽ. കെന്നഡി വാ, നമുക്ക് മതം കലക്കാം, വാ. ഇനി അതിലും രസകരമായ മറ്റൊരു സംഭവമുണ്ട്, നോക്കൂ. ഇനി സ്ക്രീനിലേക്ക് വരുന്നത് നിഖിലയാണേ. മുമ്പ് കഞ്ചാവ്, ഇത്തവണ മെത്താഫിറ്റമിൻ. നിഖില വീണ്ടും പിടിയിൽ. എത്ര തവണ പിടിച്ചു പെൺകുട്ടീനെ? ഇതിനു മുമ്പ് കഞ്ചാവുമായിട്ട് പിടിച്ചു, ഇപ്പം രാസലഹരിയുമായിട്ട് പിടിച്ചു. പ്രതിയുടെ പേര് നിഖില എന്നാണ്, ജബീല എന്നല്ലേ? നിങ്ങൾ മതം കലക്കിക്കോ. ഇനി അടുത്ത് വായിക്കാൻ പോകും. നിങ്ങൾ പറഞ്ഞു ഒരു പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മതം മാറ്റി അവരെ സിറിയയിലേക്ക് വിടുകയാണ്. നമ്മൾ സിറിയയിലേക്കൊന്നും വിടണ്ട. നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം യുവതിയെ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ടവൻ വിവാഹം കഴിച്ചിട്ട് എന്ത് സംഭവിച്ചു? ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി മരിച്ചു. പെരിഞ്ഞനം കൊറ്റണം സ്വദേശി കൊല്ലാട്ടിൽ അമലിന്റെ ഭാര്യ അഫ്സാൻ 21. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം കൊണ്ടുവന്നേ. ഈ വിവാഹം നിഖിലിന്റെ സ്ഥാനത്ത്, അമലിന്റെ സ്ഥാനത്ത് ഒരു അബ്ദുൽ ഷുക്കൂറാണ്. ഈ അഫ്സാനയുടെ സ്ഥാനത്ത് ഒരു ശ്രുതിയാണെന്ന് വിചാരിക്കുക. എന്തെല്ലാം പ്രചരണങ്ങൾ ഈ നാട്ടിൽ നടത്തും, എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ നടത്തും. ഇതെല്ലാം ഈ ഒരു മാസക്കാലയിലൂടെ സംഭവിച്ചതാണ്. ആർക്കെങ്കിലും എന്തുണ്ടോ? ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ അവരവന്റെ വ്യക്തി വൈകല്യമാണെന്ന് മനസ്സിലാക്കാനുള്ള മൂള ഞങ്ങൾക്കുണ്ട്. അല്ലാതെ നിന്നെയൊക്കെ പോലെ കണ്ടതെല്ലാത്തിനും മതം കലക്കി ഇത് മതം കൊടുക്കുന്നതാണ്, മതത്തിന്റെ ദർശനമാണ്, ഇവിടെ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കൊടുത്ത് ആളുകളെ മതം മാറ്റാണ്. എടാ, അങ്ങനെ പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ കൊടുത്ത് മതം മാറ്റിയവരെ വെള്ളാപ്പള്ളി പറയും. ഞാനതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് കരിമ്പുങ്കാലെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് നോക്കുക. അതിന്റെ എന്തൊക്കെ അസ്കിതയുണ്ട്. 2 ചെറുപഴം കഴിയും, അപ്പൊ എല്ലാം ശരിയാവും.